ലോകരാജ്യങ്ങൾക്കുമേൽ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ കനത്ത പകരച്ചുങ്കം യുഎസ് സുപ്രീം കോടതി റദ്ദാക്കി. നികുതി ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിനല്ല കോൺഗ്രസിനാണെന്ന് കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ പ്രസിഡന്റ് ട്രംപ് 150 ദിവസത്തേക്ക് ആഗോള തലത്തിൽ 10% അധിക തീരുവ ചുമത്തിക്കൊണ്ട് പുതിയ ഉത്തരവിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ബാധകമാകും. ദുബായ് നഗരത്തിൽ പൊതുസ്ഥലങ്ങളിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ഇവയാണ്. ദുബായിൽ ഡ്രൈവറില്ലാ ടാക്സികളുടെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനം 2026 മാർച്ചിൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഏകദേശം 100 സ്വയം നിയന്ത്രിത ടാക്സികൾ നിരത്തിലിറങ്ങും. 2030ഓടെ ഇത് 4000 ഉയർത്താനാണ് RTA ലക്ഷ്യമിടുന്നത്. ചൈനീസ് കമ്പനികളായ ബൈഡു, വി റൈഡ് കൂടാതെ അമേരിക്കൻ കമ്പനിയായ ക്രൂസ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദുബായ് പോലീസിന്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ റോബോട്ടിക് ഓഫീസർമാരെ മാളുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കൂടുതൽ വിന്യസിക്കുന്നു. ഇവയിലൂടെ പിഴയടയ്ക്കാനും പരാതികൾ നൽകാനും സാധിക്കും. ഭക്ഷണവും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യുന്നതിനായി തലാബാത്ത് പോലുള്ള കമ്പനികൾ ദുബായിലെ തിരഞ്ഞെടുത്ത ഇടങ്ങളിൽ ഉദാഹരണത്തിന് DDP സ്വയം നിയന്ത്രിത റോബോട്ടുകളെ പരീക്ഷിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ശുചീകരണത്തിനും അണുനശീകരണത്തിനുമായി അത്യാധുനിക റോബോട്ടുകളെ ദുബായ് മുനിസിപ്പാലിറ്റി ഉപയോഗിക്കുന്നു. കൂടാതെ മെട്രോ സ്റ്റേഷനുകളിൽ സുരക്ഷാ പരിശോധനകൾക്കും റോബോട്ടുകൾ സഹായം തേടുന്നുണ്ട്. റോബോട്ടുകൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകൾ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നു. 2030ഓടെ ദുബായ് ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ചതും സുരക്ഷിതവുമായ നഗരമായി മാറാനാണ് ഈ നീക്കത്തിലൂടെ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. അൽബേനിയൻ പ്രധാനമന്ത്രി എഡി രാമയുടെ ഓഫീസിനും സർക്കാരിനുമെതിരെ അൽബേനിയയിൽ ജനരോഷം ശക്തമാകുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങൾ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും എതിരെ ഉയരുന്ന വ്യാപകമായ അഴിമതി ആരോപണങ്ങളാണ്. പൊതുപണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം വലിയ പ്രക്ഷോഭങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി സാലി ബെർഷയെ വീട്ടുതടങ്കലിലാക്കിയതും പ്രതിപക്ഷ എംപിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നടപടിയാണെന്ന് ജനങ്ങൾക്കിടയിൽ വിമർശനമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങളെ ഗാർഡുകൾ തടഞ്ഞതും ചർച്ചകളില്ലാതെ ബില്ലുകൾ പാസാക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ജീവിതച്ചെലവും തൊഴിലില്ലായ്മയും എഡി രാമയുടെ ഭരണത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിച്ചു. പല യുവജനങ്ങളും മെച്ചപ്പെട്ട ജീവിതം തേടി രാജ്യം വിട്ടുപോകുന്നതും വലിയ ചർച്ചയാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന വിസ സേവനങ്ങൾ ഇപ്പോൾ പല രാജ്യങ്ങളിലും ഭാഗികമായോ പൂർണ്ണമായോ പുനരാരംഭിച്ചിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ബംഗ്ലാദേശ് ഹൈ കമ്മീഷനുകൾ വിസ അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായ മെഡിക്കൽ ആവശ്യങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കുമായുള്ള വിസകൾക്കാണ് മുൻഗണന നൽകുന്നത്. പാസ്പോർട്ട് പുതുക്കൽ, രേഖകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ കോൺസുലർ സേവനങ്ങൾ ബംഗ്ലാദേശ് പ്രവാസികൾക്കായി സജീവമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബംഗ്ലാദേശ് മിഷനുകൾ പ്രവർത്തനക്ഷമമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് വിസകൾ അനുവദിക്കുന്നത്. ടൂറിസ്റ്റ് വിസയുടെ കാര്യത്തിൽ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. അപേക്ഷകർക്ക് ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ 32,000 പേർ കൊല്ലപ്പെട്ടുവെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാനിലെ ഭരണാധികാരികൾ സ്വന്തം ജനതയെ ക്രൂരമായി അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ട്രംപിന്റെ ഈ കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ശനിയാഴ്ച പ്രതികരിച്ചു. തങ്ങളുടെ പക്കലുള്ള കൃത്യമായ കണക്കുകൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ടെന്നും ട്രംപിന്റെ കൈവശം ഇതിന് വിരുദ്ധമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നികുതി തർക്കങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനും പുതിയ വ്യാപാര കരാറുകളിൽ ഒപ്പിടാനുമാണ് പ്രസിഡന്റ് ട്രംപ് ചൈനയിലേക്ക് പോകുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ കനത്ത നികുതികൾ ആഗോള വിപണിയെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. ചൈനീസ് ഇറക്കുമതിക്ക് 60% വരെ നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വഷളായിരിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് നേരിട്ട് ചർച്ചകൾ നടത്തും. ചൈന അമേരിക്കയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന നിബന്ധന ട്രംപ് മുന്നോട്ട് വെച്ചേക്കും. ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ആഗോള ഓഹരി വിപണികളിലും വലിയ സ്വാധീനം ചെലുത്തും. ചൈനയുമായുള്ള കടലിനടിയിലെ കേബിൾ പദ്ധതിയെച്ചൊല്ലി 3 ചിലി ഉദ്യോഗസ്ഥരുടെ വിസ അമേരിക്ക റദ്ദാക്കി. ചിലിയിലെ ട്രാൻസ്പോർട്ട് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഹുവാൻ കാർലോസ് മുനോസ് ഉൾപ്പെടെ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ വിസയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയത്. ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും ഇനി മുതൽ അമേരിക്കയിൽ പ്രവേശിക്കാൻ അർഹരല്ലെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി.
ചിലിയും ചൈനയും തമ്മിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സമുദ്രാന്തര ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതി മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. നിർണായകമായ ടെലികമ്മ്യൂണിക്കേഷൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ ചൈനീസ് കമ്പനികൾക്ക് നൽകുന്നത് വഴി വിവരച്ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അമേരിക്കയുടെ ഈ നടപടിയിൽ ചിലി വിദേശകാര്യ മന്ത്രാലയം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. തങ്ങൾ ഒരു രാജ്യത്തോടും വിവേചനം കാണിക്കില്ലെന്നും പദ്ധതികൾ പരിശോധിക്കുന്നത് അതിന്റെ ഗുണനിലവാരം നോക്കിയാണെന്നും മന്ത്രി മുനോസ് പറഞ്ഞു. വിശദീകരണം തേടാനായി ചിലി സർക്കാർ അമേരിക്കൻ അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചിലിയിൽ പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപ് ഭരണകൂടം ഈ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ചൈനയുടെ ഡിജിറ്റൽ സ്വാധീനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വർദ്ധിക്കുന്നത് തടയാനുള്ള അമേരിക്കയുടെ വലിയ നീക്കത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ലഷ്കർ-ഇ-തോയ്ബ ഡൽഹിയിലെ പ്രധാന ഇടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ചെങ്കോട്ട, പ്രധാന ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയും ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. നിർണായക ധാതുക്കൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ രണ്ടു രാജ്യങ്ങളും സഹകരണ കരാറുകളിൽ ഒപ്പിട്ടു. ഉത്തർപ്രദേശിൽ 10 വർഷത്തിനിടെ 33 കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ മുൻ ജൂനിയർ എഞ്ചിനീയർക്കും ഭാര്യയ്ക്കും കോടതി വധശിക്ഷ വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് അസമിലെ കാച്ചാർ ജില്ലയിലെ ഇന്ത്യ-ബംഗ്ലാദേശ് അതിർത്തി സന്ദർശിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുരക്ഷാ അവലോകനമാണ് ലക്ഷ്യം. 2026 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായനികുതി നിയമം പൂർണ്ണമായും AI അധിഷ്ഠിതമായിരിക്കുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് അറിയിച്ചു. ഇന്ന് നടക്കുന്ന നിർണായകമായ സൂപ്പർ 8 മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. ശ്രീലങ്കയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. നടൻ രൺവീർ സിംഗിന് 10 കോടി രൂപ ആവശ്യപ്പെട്ട് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ പേരിൽ ഭീഷണി സന്ദേശം ലഭിച്ചു. മുംബൈ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ പേരിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയതെന്നാണ് പ്രാഥമിക വിവരം. 10 കോടി രൂപ നൽകിയില്ലെങ്കിൽ വധിക്കുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് പ്രകാരം മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീഷണിക്ക് പിന്നാലെ രൺവീർ സിംഗിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ മുംബൈ പോലീസ് ശക്തമാക്കി. അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തും ഷൂട്ടിംഗ് സൈറ്റുകളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. ഇതിനു മുൻപ് സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ എന്നിവർക്ക് സമാനമായ രീതിയിൽ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിൽ നിന്ന് ഭീഷണികൾ ലഭിച്ചിരുന്നു. അടുത്തിടെ നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്ന പശ്ചാത്തലത്തിൽ ഈ ഭീഷണിയെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇമെയിൽ എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വ്യാജ ഭീഷണിയാണോ അതോ ശരിക്കും അധോലോക സംഘങ്ങൾ പിന്നിലുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. സംസ്ഥാനത്തുടനീളം മലയാള ഭാഷാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികൾ നടക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ മ്യാവൂ എന്ന രക്ഷാപ്രവർത്തനം ഇന്ന് പുരോഗമിക്കുന്നു. കലൂരിലെ 556 നമ്പർ മെട്രോ പില്ലറിന് മുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പൂച്ച കുടുങ്ങിക്കിടക്കുകയാണ്. ഗാന്ധിനഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ആനിമൽ റെസ്ക്യൂ ടീമും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ഈ റൂട്ടിലെ മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൂച്ചയെ താഴെയിറക്കാൻ എത്തിച്ച ക്രെയിനിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് ദൗത്യം താൽക്കാലികമായി തടസ്സപ്പെട്ടു. പകരം സംവിധാനം എത്തിച്ച ശേഷം ദൗത്യം പുനരാരംഭിക്കും. സുഭാഷ് എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഈ പൂച്ച നിലവിൽ അതീവ അവശ നിലയിലാണ്. പില്ലറിന് മുകളിൽ തളർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അടിയന്തരമായി രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെ നടന്ന ശസ്ത്രക്രിയയിലൂടെ 51-കാരിയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ മോസ്കിറ്റോ ഫോസെപ്സ് വിജയകരമായി പുറത്തെടുത്തു. നിയമപരമായ നടപടികളുടെ ഭാഗമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ. പുറത്തെടുത്ത ഉപകരണം കേസിലെ തെളിവായി അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് കൈമാറി. ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിയാക്കി അമ്പലപ്പുഴ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 125, 125A പ്രകാരം ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി പ്രവർത്തിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. 2021 ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ J. ഷാഹിദ ആയിരുന്നെങ്കിലും നിലവിലെ FIRൽ ഇവരെ പ്രതിയാക്കിയിട്ടില്ല. എന്നാൽ അന്വേഷണം
പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കാം. ഡോക്ടർ ജെ. ഷാഹിദ, PS ധന്യ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിയെ വിശദമായ അന്വേഷണത്തിനായി നിയോഗിച്ചു.